മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാ ഇത്? ആ പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ആ ഇരിക്കെ. അഖിലുണ്ടോ? ഉണ്ട്. ആ ജീവനുണ്ടോ? ഉണ്ട്. അല്ല പിന്നെ ഇവിടെ വന്നിരിക്കുവോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ഇല്ല, അവൻ ടൂറിന് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. ഇല്ല, ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കും. അനന്തുണ്ടോ? പ്രസന്ന സാർ. എന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. ആ സഞ്ജിത. എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? ഇവിടെ ഈ ക്ലാസ്സിലെ സഞ്ജിതയുണ്ടോ? സഞ്ജിത? ആ സഞ്ജിതയല്ല. ആ അത് ടൂർ പോയി കൊടുക്കില്ല. വരുന്നുണ്ടോ? വരുന്നില്ല. സാറ് വയ്ക്കോ? ഞാനും ഒരു 4-5 ആയിട്ടേ ഉള്ളൂ. വരുന്നുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. അന്ന് അത് പറയണം. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ. അഖിലിന്റെ അച്ഛൻ വന്നു. പിന്നെ രാവിലെ മൈക്കാട് പഠിക്കുമ്പോൾ അച്ഛൻ വൈകിട്ട് വരത്തില്ലേ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലോ? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫിൽ. ആ നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി സാറേ. വാർപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിനെ വിളിക്കുന്ന പേരാ തറ. ആ ശരി ശരി അവിടെ ഉണ്ടായി. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയോ? അങ്ങനെ വന്നോടാ മോനെ. പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണ്. അതിന്റെ മണ്ടത്തിൽ ചൂട് ഇരിപ്പുണ്ട്. പോയിട്ടുണ്ട്. നിനക്ക് വിഷയം അറിയണം എന്തോ അല്ലേ? ആ വമ്പരക്കം. എടാ വിഷയം പറഞ്ഞോളൂ സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണം. നിനക്കറിയണോ വിഷയം? കേടാ ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഐഡിയ അടുത്തോണ്ട് ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നു? ഞങ്ങൾ കണ്ടില്ല. എവിടെ നിർത്തുന്നു? ഗ്രാമർ മലയാളത്തിലെ ഗ്രാമർ എടുത്തോ? ഇല്ല ഇല്ല ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. ആ. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്നതായിട്ട് രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശു തന്നെയാ തൊഴിച്ചേ. കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. തൊഴിച്ചെന്നോ? ആ എടാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മം എന്നാ. ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണി കഴിഞ്ഞിട്ടൊന്നും കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം ഇവരോട്. ഒരു അടിയാണൊക്കെ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നവർ സംസാരിക്കരുത്. പറയുന്നതൊന്നും കേൾക്കരുത്. അതിനപ്പുറത്ത് കയറി സംസാരിച്ചോ. കേകയുടെ ലക്ഷണം പറയണം. അഖില് പറ. ആ 4 കാലുണ്ട്. മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. മാനിനെ പോലെ കൊമ്പുണ്ട്. കേകയല്ല, കേക. കേക. നീ എഴുന്നേറ്റ് പറ. കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 2 എന്നെ കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. 12 വേണം. ഒരുത്തവിന്റെ കേകയാ. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കം കറക്റ്റാ, ഒടുക്കമോ കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തത്? എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്തോരോ തിങ്കളും താരങ്ങളും തൂവള്ളി കതിർചിഹ്നം തുങ്കമ്മ വാണിജ്യോട്ടിൽ ലാണന്റെ വിദ്യാലയം. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺപള കൂതിയില്ലേ? ആ മൺപളത്തോട് ഇങ്ങോട്ട് വേടാ. ആ മൺപളക്ക് ഇവിടോട്ട് വെക്കാം. ഇന്നലെ എന്റെ നെഞ്ചിലെ കണ്ടോ? ഇതിനകത്ത് മൺപള കണ്ടോ? മൺപള കണ്ടോ? വിളക്കെടുത്തോണ്ടു മൺപളത്തില് ഏതായിട്ട് പാടി പദ്യം പാടി. കനകച്ചിലങ്കയില്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി
കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിയിൽ കമലവളം കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ, ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അത്? കടമിഴിയിൽ കമലതളം. കമലതളം എന്നാണോ? നിനക്ക് സമാധാനമായി ദേവയുടെ ശ്രദ്ധിക്ക്. ആ പുസ്തകം കൊണ്ട് ഉടക്കിട്ട് മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ